നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഓ, വല്ലാത്തൊരു പ്രകടനമല്ലേ നമ്മൾ കണ്ടത്. 50 പന്തിൽ നിന്ന് 97 റൺസ് അടിച്ച് സിക്സറും ഫോറും പറത്തിക്കൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. സഞ്ജു സാംസൺ നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട്, മുട്ടുകുത്തി മുകളിലേക്ക് കൈ ഉയർത്തി നിൽക്കുന്ന ഒരു നിൽപ്പ്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലുണ്ടെല്ലാം ദൈവത്തോട് അദ്ദേഹം വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു, നന്ദി പറയുന്നൊരു ബോഡി ലാംഗ്വേജ്. കളിക്ക് ശേഷം സഞ്ജു എന്താണ് പറഞ്ഞത്? പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ നമ്മൾ കണ്ടത് വളരെ വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു സഞ്ജു സാംസണിനെയാണ്. ഇതിന് വേണ്ടിയിട്ടാണ് താൻ കാത്തിരുന്നത്, കളി തുടങ്ങിയ നാൾ മുതൽ കാത്തിരുന്നത്. ഇങ്ങനെയുള്ളൊരു നിമിഷത്തിന്, ഇങ്ങനെയുള്ളൊരു ഇന്നിങ്സിന് വേണ്ടിയിട്ടാണെന്ന് അദ്ദേഹം പറയുന്നത്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമാണിത് എന്ന് പറയുന്ന സഞ്ജു സാംസൺ കുറേ നാളുകളായിട്ട് കളിക്കളത്തിലുണ്ടല്ലോ, ഡഗ് ഔട്ടിൽ കുറേ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രേറ്റ് പ്ലെയേഴ്സ്, യെസ്, വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ എങ്ങനെയാണ് ഇന്നിങ്സ് ബിൽഡ് ചെയ്യുന്നത് എന്ന് താൻ നോക്കി കണ്ടിട്ടുണ്ട്. അതൊക്കെ പ്രാവർത്തികമാക്കിയതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. സോ അത് നമുക്ക് ആ വാക്കുകൾ കുറച്ചൊന്ന് കേൾക്കാം, പിന്നെ വിശദീകരിക്കാം. അദ്ദേഹം പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പറയുന്നു. It means the whole world actually to me. I think right from the day I started playing, started dreaming to play for the country, I think this is the day I was waiting for, and very grateful, very thankful. And I've always had a very special journey with lots of ups and downs, but I've kept on doubting myself, kept on thinking, what if, can I make it? But I kept on believing, and thanks to the Lord Almighty for actually blessing me today. So I'm very happy. You spoke to us before the game started and you talked about role clarity and the fact that you were looking to get your team off to quick starts, but you did that and then carried all the way through. Take us into your mindset. Yeah, I think that's why I've been playing this format for a very long time. I think playing IPL around 10 to 12 years and playing for the country from last 10 years. I have not been playing but looking from the dugout, learning from the greats like Virat Kohli, from Rohit Sharma, like all the greats. I think it's very important to observe and learn. സോ നമുക്ക് ആ മ്യൂസിക് ചിലപ്പോൾ പണിയാവും, കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചത് നമ്മളൊന്ന് വിശദീകരിച്ചെടുത്ത് നോക്കാം. നിങ്ങൾ ഇപ്പോൾ കൃത്യമായി കേട്ടല്ലോ. ഞാൻ 10-12 കൊല്ലമായിട്ട് IPL കളിക്കുന്നു, 10 കൊല്ലത്തോളമായിട്ട് ദേശീയ ടീമിലുണ്ട്. ഡഗ് ഔട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള മഹാരഥന്മാരായ കോഹ്ലി, രോഹിത് പോലെയുള്ളവരുടെ ബാറ്റിംഗ് എല്ലാം കണ്ട് അവരെങ്ങനെയാണ് ഇന്നിങ്സ് കൊണ്ടുപോകുന്നതെന്ന് കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ നോക്കുകയാണ്, അതിൻ്റെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. ഈ ഒരു പ്രകടനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഇറ്റ് മീൻസ് ദി ഹോൾ വേൾഡ് ടു മീ എന്നാണ്. എനിക്ക് ഇത് എല്ലാമാണ് ഈ ഒരു പ്രകടനം. ഞാൻ കളി ആരംഭിച്ച നാൾ മുതൽ, അതായത് രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന സ്വപ്നം കണ്ട നാൾ മുതൽ ഇങ്ങനെയുള്ളൊരു നോക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഹാഡ് എ വെരി സ്പെഷ്യൽ ജേണി. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ചില ഘട്ടങ്ങളിൽ ഈ ഡൗട്ടിങ് മൈസെൽഫ്, സ്വയം ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു, എനിക്കത് ചെയ്യാൻ പറ്റുമോ. പക്ഷേ അങ്ങനെ മോട്ടിവേഷനൊക്കെ എടുത്ത് ഇപ്പോൾ ഒടുവിൽ ആ നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ ഓൾമൈറ്റിയോട് ഈ ദിവസം എന്നെ അനുഗ്രഹിച്ചതിന് ദൈവത്തോട് നന്ദി പറയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലുടനീളം ദൈവത്തിനോടുള്ള നന്ദി കാണാമായിരുന്നു. പിന്നെ ഈ ഒരു നോക്ക് എങ്ങനെയാണ് അദ്ദേഹം അപ്രോച്ച് ചെയ്തെന്ന് ചോദിക്കുന്നത്. അതായത് കളിക്ക് മുമ്പ് സംസാരിച്ചിരുന്നല്ലോ, റോൾ ക്ലാരിറ്റിയെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയാണ്, ഞാൻ ഈ ഒരു ഫോർമാറ്റിൽ ഒരുപാട് വർഷക്കാലമായിട്ട് കളിക്കുന്നുണ്ട്. 10-12 കൊല്ലക്കാലമായിട്ട് IPL-ലും 10 വർഷത്തോളമായിട്ട് ഇന്ത്യൻ ടീമിലുമുണ്ട്. ഇനി കളിക്കാതെ ഡഗ് ഔട്ടിലിരുന്ന സമയത്താണെങ്കിലും ഒരുപാട് ഞാൻ ഗ്രേറ്റ് പ്ലെയേഴ്സായിട്ടുള്ള കോഹ്ലി, രോഹിത് ശർമ്മ തുടങ്ങിയവരിൽ നിന്നൊക്കെ നോക്കി കണ്ട് പഠിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് എന്നെ സഹായിച്ചിട്ടുണ്ട്, എൻ്റെ എക്സ്പീരിയൻസ് എന്നെ സഹായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഗ്രേറ്റ്സ് കളിക്കുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് അവരവരുടെ ഗെയിം അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ മാറ്റുന്നത് എന്നുള്ളതൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഞാൻ ഫ്രം ബോൾ 1 അടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. കാരണം നമ്മൾ ആദ്യം ബാറ്റ് ചെയ്യുകയായിരുന്നു, പക്ഷേ ആദ്യം ബാറ്റ് ചെയ്ത് വലിയ സ്കോർ സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഗെയിം അങ്ങനെയല്ല, ഇത് ഡിഫറൻ്റ് ആണ്. എവറി ടൈം ഞാൻ ആ ഒരു രൂപത്തിലാണ് കാര്യങ്ങളെ ഇവിടെ കൈകാര്യം ചെയ്ത് നമുക്ക് വിക്കറ്റുകൾ നഷ്ടമായ സമയത്ത് ഞാൻ അത്തരത്തിൽ ചിന്തിച്ച് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. ഡോണ്ട് തിങ്ക് ഐ വുഡ് പ്ലേ ദി സ്പെഷ്യൽ നോക്ക്, ബട്ട് ഇത് എൻ്റെ ജീവിതത്തിലെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഡേ ആണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ദിവസങ്ങളിൽ ഒന്നാണ്. ജസ്റ്റ് സ്റ്റേയ്ഡ് ഇൻ ദി പ്രസൻറ്റ്,
പ്ലേഡ് ദി ബോൾ ഓൺ ദി മെറിറ്റ് എന്നുകൂടി അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും സഞ്ജു സന്തോഷാധിരേകത്തിലാണ്. അദ്ദേഹത്തോടൊപ്പം മലയാളികളും സന്തോഷത്തിൻ്റെ കൊടുമുടിയിലാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എത്താം.